ദിസ് ഈസ് അൺബിലീവബിൾ, സോ ഇൻക്രെഡിബിൾ. മാതാപിതാക്കന്മാർ അത്ഭുതപ്പെട്ടു. കാരണം എഴുതാനും വായിക്കാൻ ഈ കുട്ടിക്ക് മലയാളം അറിയില്ല, എഴുതാൻ പഠിപ്പിച്ചിട്ടുമില്ല, പക്ഷെ മലയാളത്തിൽ എഴുതിയിരിക്കുന്നു. പിന്നെ 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 ഇവൻ ബൈബിൾ എടുത്ത് എപ്പോഴും ഇങ്ങനെ ഇടത്തെ കയ്യിൽ ബൈബിൾ എടുത്ത് തുറന്ന് പിടിച്ചുകൊണ്ടിരിക്കും. മലയാളം ബൈബിൾ. വലത്തെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ കാണും, ഇടത്തെ കയ്യിൽ എപ്പോഴും. ഇപ്പം നിങ്ങൾ കാണുമ്പോഴേ കുട്ടി ഇങ്ങനെ തന്നെയാണ്, ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കും. ചുരുക്കി ഞാൻ പറയാം, ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള മുഴുവൻ വചനങ്ങളും ഈ ഓട്ടിസ്റ്റിക്കായ കുട്ടിക്ക് കാണാപ്പാടമായി. നിങ്ങൾ വിശ്വസിക്കത്തില്ലെന്ന് എനിക്കറിയാം, വിശ്വസിക്കാൻ പാടാ, എനിക്കും പാടായിരുന്നു. ഞാൻ നേരിട്ട് കാണുന്നത് വരെ. അപ്പം ഞാൻ പറയുകയാണ്, മോനെ എനിക്കൊരു കുറച്ച് വചനം താടാന്ന് പറഞ്ഞാൽ നല്ല മലയാളത്തിൽ എനിക്ക് വചനം എഴുതി തരും, മലയാളത്തിൽ. അപ്പോൾ അവനത് ഈ എഴുതുന്ന വചനം മുഴുവൻ അവന് കാണാതറിയാം, അത് എഴുതി തരും. ആ വചനം വായിച്ചാൽ നമ്മൾ തലകറങ്ങി വീഴും. അതുപോലെ നമ്മുടെ ജീവിതമാണ് ആ വചനം. എന്ന് പറഞ്ഞാൽ കൗൺസിലിങ്ങിന് പോയില്ലേ, കൗൺസിലിങ്ങിന് പോകുമ്പോൾ കൗൺസിലർ പറയില്ലേ, പരിശുദ്ധാത്മാവിന്റെ ഒരു കാര്യം വെളിപ്പെടും. അതാണ് ഈ കുട്ടി ഈ വചനം എഴുതുമ്പോൾ എക്സാക്ട്ലി നമ്മുടെ പ്രോബ്ലം എന്താണോ, നമ്മൾ കടന്നു പോകുന്ന അനുഭവം എന്താണോ, അതാണ് ആ വചനം. അങ്ങനെ എഴുതി തരും. ഞാൻ കണ്ടിട്ടുണ്ട് ആഫ്രിക്കയിലെ ആളുകൾ, യൂറോപ്പിലെ ആളുകൾ ക്യൂ നിൽക്കുകയാണ് ഈ കുട്ടിയുടെ മുമ്പിൽ, ഓട്ടിസ്റ്റിക്കായ കുട്ടിയുടെ മുമ്പിൽ. എന്തെന്നറിയാം? വചനം ചോദിച്ചുകൊണ്ട് മണിക്കൂറുകൾ ഇവനിരുന്ന് വചനം എഴുതി കൊടുത്തുകൊണ്ടിരിക്കുന്നു. 25 രാജ്യങ്ങളിൽ ഈ കുടുംബം പോയി കർത്താവിൻ്റെ സുവിശേഷം പങ്കുവച്ചു. 25 കുട്ടികൾ. കുട്ടികളെക്കുറിച്ച് നിങ്ങൾ കർത്താവിൻ്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞാൽ അത് നടന്നിരിക്കും. ഇത് നമുക്ക്, കാരണം ഈ ഓട്ടിസ്റ്റിക്കായ കുട്ടിയുടെ തലയിൽ എങ്ങനെ ഈ വചനമെല്ലാം കയറി? അവരെന്നോട് പറഞ്ഞു, അച്ഛാ 10 വർഷം എൻ്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റാതെ അടച്ചിട്ടിരുന്ന ഞങ്ങൾക്കിപ്പോൾ വീട്ടിൽ കയറാൻ സമയമില്ല എന്ന് പറയും.